കൂടുതൽ രമേശ് പിഷാരടി ജയിക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ 3 വട്ടം പാലക്കാട് കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലൊക്കെയാണ് അവിടെ ഭരിച്ചും കൊണ്ടിരുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാഫി പറമ്പിൽ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന്റെ എല്ലാ ബിസിനസ്സും പാലക്കാട് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഷാഫി പറമ്പിലിന് ഇപ്രാവശ്യം പാലക്കാട് മത്സരിക്കാൻ കഴിഞ്ഞില്ല, നേരെ വടകരയിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഷാഫി പറമ്പിലിന്റെ എല്ലാ ബിസിനസ്സും പാലക്കാട് ആയതുകൊണ്ട് തന്നെ പിഷാരടിയെ പോലെ ഒരാൾ പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ, അവിടെ ജയിക്കുകയാണെങ്കിൽ എന്തായാലും MLA ആയിട്ട് അവിടെ തുടരാനൊന്നും അങ്ങനെ പറ്റില്ല. ആള് സിനിമയും ആളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് പോകും. അപ്പോൾ ഷാഫി പറമ്പിലിന് വീണ്ടും അവിടുത്തെ ബിസിനസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് ജില്ല മൊത്തം CPM-ന്റെ ശക്തി കേന്ദ്രമാണെങ്കിലും പാലക്കാട് മാത്രം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോഴാണ് അവിടെ NMR റസാഖ് പോലത്തെ ഒരു വ്യക്തി അവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്. NMR റസാഖ് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം പാലക്കാട് ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സാധാരണ ഒരു ഹോട്ടൽ ജോലിക്ക് കയറി ഹോട്ടലിൽ ഒരു കുക്കായി. ഈ NMR ബിരിയാണി എന്ന് പറഞ്ഞാൽ പാലക്കാട് നല്ല ഫേമസ് ബിരിയാണിയാണ്. ഒരു 15 വർഷം മുമ്പ് സാധാ ഒരു കട പാലക്കാട് ഇട്ടു, ആ ബിരിയാണി നല്ല ഫേമസ് ആയി. അതേ പാലക്കാട് തന്നെ ഇപ്പോ NMR റെസ്റ്റോറന്റും വന്നു, NMR 5 സ്റ്റാർ ഹോട്ടലും വന്നു. ഇത് പാലക്കാട് തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഇതെല്ലാം പടുതുയർത്തിയത്. അതുകൊണ്ട് പാലക്കാട്ടിലെ എല്ലാ ബിസിനസ്സുകാരായിട്ടും NMR റസാഖിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവിടെ NMR റസാഖും ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജയിച്ചില്ലെങ്കിലും CPM-ന് ഇവിടെ ഭൂരിപക്ഷം വരും. പക്ഷെ എല്ലാ ബിസിനസ്സും ഇരിക്കുന്നത് മാർക്കറ്റിലാണ്. മാർക്കറ്റ് ഇരിക്കണം പാലക്കാട് നഗരസഭയുടെ കയ്യിലാണ്. നഗരസഭ BJP-ന്റെ കയ്യിലുമാണ്. ഈ BJP-ന്റെ ഉള്ളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് വഴക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഒന്ന് ശോഭാ സുരേന്ദ്രന്റെയും പിന്നെ ഒന്ന് കൃഷ്ണകുമാറിന്റെയും. 2024 ബൈ ഇലക്ഷൻ കൃഷ്ണകുമാർ സാമാന്യം നല്ല രീതിയിൽ തന്നെയാണ് അവിടെ തോറ്റുപോയത്. ഈ BJP-യുടെ ഗ്രൂപ്പ് വഴക്ക് മിക്കവാറും രമേശ് പിഷാരടിക്ക് ഒരു ഈസി വാക്ക് ഓവർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. NMR റസാഖ് പാലക്കാട് മണ്ഡലത്തിലുള്ള ഒരാളാണെങ്കിലും CPM അവിടെ വർഷങ്ങളായിട്ട് 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. NMR റസാഖ് വരുമ്പോൾ അവിടെ സാധാരണക്കാരന്റെ വോട്ടും കിട്ടാൻ സാധ്യതയുണ്ട്, രാഷ്ട്രീയക്കാരന്റെ വോട്ടും കിട്ടാൻ സാധ്യതയുണ്ട്, ബിസിനസ്സുകാരുടെ വോട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് CPM-ന് ഇപ്രാവശ്യം ഒരു 2ാം സ്ഥാനത്ത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. NMR റസാഖ് അവിടുത്തെ ഒരു വ്യക്തിയാണെങ്കിലും പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് വന്നിട്ട് ഒരാൾ മത്സരിച്ചിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫെയിമുള്ള രമേശ് പിഷാരടിയെ പോലെ ഒരാള് പാലക്കാട് നിന്നാലും വിജയ സാധ്യത എന്തായാലും ഉറപ്പിക്കാൻ കഴിയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം കോൺഗ്രസിന് നല്ല രീതിയിൽ തന്നെ പാലക്കാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് താഴെ വീഴാനും സാധ്യതയുണ്ട്. NMR റസാഖ് ജയിക്കുമോ എന്നൊരു പേടി UDF-നുണ്ട്. കാരണം പൈസ കൊടുത്തിട്ടാണ് NMR റസാഖ് സീറ്റ് വാങ്ങിയെന്നുള്ളത് UDF എന്തായാലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, വർഷങ്ങളായിട്ട് CPM 3ാം സ്ഥാനത്താണ് പാലക്കാട് നിൽക്കുന്നത്. അപ്പൊ NMR റസാഖിനെ പോലെയുള്ള നല്ല കോടീശ്വരനായ ബിസിനസ്സുകാരെ എന്തുകൊണ്ട് പൈസ കൊടുത്തിട്ട് CPM-ന്റെ സീറ്റ് വാങ്ങണം? നിങ്ങളുടെ UDF-ന്റെ വാങ്ങിക്കൂടെ? പക്ഷെ ജയിച്ചാലും തോറ്റാലും NMR റസാഖിനെ പോലെ ഒരു വ്യക്തി പാലക്കാട് നിൽക്കുന്നത് ശരിക്കും CPM-ന് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ.